ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു വീട്, ആ വീട്ടില് ഒരു മല ആണ് അവന്റെ ജനലിൽ നിന്ന് നോക്കുമ്പോൾ മലയാണ് കാണുന്നത്. അപ്പൊ ദൈവത്തോട് അവൻ പറയാണ്, ദൈവമേ, അത്രയും ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ മല ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡാക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പൊ ദൈവം പറയും, എന്നെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവൻ ഓടിപ്പോയിട്ട് വിശ്വസിച്ച് കിടന്നുറങ്ങി ഓടിപ്പോയിട്ട് ആ ജനൽ തുറന്നു നോക്കിയപ്പോൾ മല അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ ദൈവത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, മാറ്റിയിട്ടില്ല, ഞാൻ വിശ്വസിച്ചു. അല്ല, നീ ശരിക്കും വിശ്വസിച്ചു, ഒന്നും കൂടി ട്രൈ ചെയ്യുന്നത്. അപ്പൊ അവൻ ഉറങ്ങാൻ നേരം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഈ മല അപ്പുറത്ത് പോകുന്നു, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങി. എന്നുവെച്ചാൽ രാവിലെ ആണല്ലോ അത് മാറാ. രാവിലെ അവൻ നേരത്തെ അലാമൊക്കെ വെച്ച് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയിട്ട് അവൻ ആ വിൻഡോ തുറന്നു നോക്കിയപ്പോൾ മല അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, ദൈവത്തെ വിളിച്ചു, ദൈവമേ, ഇതുപോലെ ആൾക്കാരെ പറ്റിക്കരുത്, ഞാൻ എത്ര വിശ്വസിച്ചെന്നറിയോ, എന്നിട്ട് മല മാറിയില്ല. അപ്പൊ ദൈവം ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നീ അത്രയ്ക്ക് നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ രാവിലെ എഴുന്നേറ്റിട്ട് ആ ജനലിലല്ലേ നോക്കേണ്ടിയിരുന്നത്, നീ എന്തിനാ ആ ജനലിലേക്ക് നോക്കിയത്? അപ്പൊ നിനക്ക് അപ്പോഴും ഡൗട്ട് ഉള്ളതുകൊണ്ടല്ലേ അവിടെ പോയി നോക്കിയത്. മല വരേണ്ടിയിരുന്നത് എവിടെയാ? അവിടെയാണ്. വിശ്വാസമുള്ളവര് അവിടെ നോക്കുള്ളൂ. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യേശുനാഥൻ ഇന്ന് നമ്മളോട് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് ഇടർച്ച നൽകാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, യേശുനാഥൻ പറയുക, വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തും സാധ്യമാണ് എന്നുള്ളതാണ്. മൂന്നാമതായി യേശുനാഥൻ പറയുക, നാം എന്തു തന്നെ ചെയ്താലും എളിമയോടെ വിനയത്തോടെ അത് ചെയ്യുവാനും എളിമയിൽ ജീവിക്കാനുമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ വിശ്വാസത്തോടും എളിമയോടും ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.